और आज के दिन परमेश्वर ने अच्छे गाना गाकर परमेश्वर की स्तुति करने के लिए हमें सहायता किया, इसमें प्रभु को धन्यवाद देता हूँ। പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ദിവസം കൂടി നമ്മളെ വിട്ടുപോയിട്ട് ഒരു പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. और दुख और क्लेश के साथ एक और दिन हमारे जीवन में गुजर गया है, निकल गया है, और आज का दिन हमारे जीवन में आशीष और आनंद का कारण होने पाए। ഏത് പ്രതിസന്ധി വന്നാലും പ്രശ്നങ്ങൾ വന്നാലും അതിന്റെ മധ്യത്തിലും ദൈവമക്കളാകുന്ന നമുക്ക് ഒരു പ്രത്യാശയുണ്ട്. ദൈവം നമ്മെ കരുതുന്നതോർത്ത്. और हर एक कष्ट और क्लेश के मध्य में परमेश्वर के लोगों को एक आशा है कि प्रभु हमें संभालेंगे, हमें छुटकारा देंगे। ലോകത്തിലുള്ള മനുഷ്യരൊക്കെ സ്തോത്രം നിരാശയോടെ പ്രതികൂലങ്ങളിൽ തകർന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഒരു പ്രഭാതത്തിൽ കൂടെ ദൈവം നമുക്ക് കൃപ നൽകി. അതിനായി സ്തോത്രം ചെയ്യും. और इस संसार में लोग अपना जीवन बिना आशा के गुजरते हैं, उनका जीवन निकल जाता है, लेकिन आशा के साथ जीवन बिताने के लिए प्रभु ने हमारे जीवन में एक और दिन दिया है, इसलिए हम प्रभु का धन्यवाद देते हैं। ജീവിതത്തിന്റെ മുമ്പിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ കൈവിടരുത്. ദൈവത്തിൽ നാം ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. हमारे जीवन में कितने भी क्लेश और कठिनाई क्यों ना हो, हमारे जीवन में जो आशा है उसको त्यागे नहीं, लेकिन आशा के साथ हमारे जीवन को आगे बढ़ाएं। ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് ഈ ലോകത്തിലെ ജീവിതത്തിൽ കൊണ്ട് തന്റെ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ ദൈവമക്കളാകുന്ന നമുക്ക് മുൻപോട്ട് ദൈവം നടത്തുന്ന പ്രത്യാശയെ ഓർത്ത് പിന്നെയും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. जब लोग अपने जीवन में आशा खो देते हैं इस संसार में रहते हुए, लेकिन परमेश्वर अपने लोगों को जो आशा प्रदान करते हैं उसके लिए मैं प्रभु का धन्यवाद देता हूँ। ആമേൻ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ വചനം 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ഉം 8-ഉമുള്ള വാക്യങ്ങളാണ്. വളരെ സുപരിചിതമായ വാക്യമാണ്. 2 തീമോഥെയോസ് 4-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ. और आज के दिन के मनन के लिए जो हम वचन पढ़ना चाहते हैं वो 2 तीमुथियुस उसका 4वां अध्याय उसका 7वां पद है, सबके लिए परिचित वचन है। ആമേൻ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്കു മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. और वचन यो है, मैं अच्छी कुश्ती लड़ चुका हूँ, मैंने अपनी दौड़ पूरी कर ली है, मैंने विश्वास की रखवाली की है, भविष्य में मेरे लिए धर्म का वो मुकुट रखा हुआ है, जिसे प्रभु जो धर्मी और न्यायी है मुझे उस दिन देगा, और मुझे ही नहीं वरन उन सबको भी जो उसके प्रकट होने के प्रिय जानता है। വളരെ പ്രത്യാശയോടെ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ ദൈവത്തിന്റെ വചനമാണ് നമ്മളിവിടെ വായിപ്പാനായിട്ടിടയായിട്ട്. बहुत ही आशा के साथ परमेश्वर का दास पौलुस के द्वारा लिखा गया एक वचन को हम यहाँ देखते हैं। പൗലോസ് അപ്പോസ്തലൻ അവിടെ ഉറപ്പ് നൽകുകയാണ്, അത് പൗലോസിന് മാത്രമല്ല കർത്താവിൽ പ്രിയം വച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. और पौलुस वहां पर हम सबको ये धैर्य दिलाता है और ये यकीन दिलाता है कि ये मात्र पौलुस के लिए नहीं, प्रेरित पौलुस के लिए नहीं, लेकिन परमेश्वर पर आशा रखकर, उस पर इच्छा रखकर आगे बढ़ाने जीवन बिताने वाले हर एक के लिए है। ആമേൻ. അതാണ് അവിടുത്തെ ലാസ്റ്റ് വാക്യ. ആ സെനൻസിൽ എഴുതിയിരിക്കുന്നത്, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും ഉള്ളതാണ് ഈ ദൈവികമായ ആമേൻ ഈ കിരീടം. और उनके उस आखिरी पद में लिखा हुआ है, वरन उन सबको भी जो उसके प्रकट होने को प्रिय जानता है, उन सभी के लिए वो धर्म का मुकुट रखा हुआ है। ആമേൻ. സ്തോത്രം. അങ്ങനെയെങ്കില് ഇത് പലപ്പോഴും നമ്മള് സാധാരണ ആമേൻ ഇത് കാണുന്നത് ആമേൻ സ്തോത്രം ആമേൻ മരിച്ചു കിടക്കുന്ന കല്ലറകളിലാണ് സാധാരണ ഈ വാക്യങ്ങള് സാധാരണ എഴുതി വെക്കാറുള്ളതായിട്ട് നാട്ടിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. और ये जो वचन है, हम अधिकतर जब मृत्यु के बाद लोगों को दफनाने के बाद उनके जो कब्र बनाया जाता है उसके ऊपर ये वचनों को लिखा हुआ हम अक्सर केरला में पढ़ा जाता है। ആമേൻ. പലപ്പോഴും ആമേൻ സ്തോത്രം കർത്താവിനെ യഥാർത്ഥമായി അറിഞ്ഞിട്ടില്ലാത്തവരും കർത്താവിന്
ഈ ലോകത്തിനു വേണ്ടി ഓടിയവരുടെ ഒക്കെയും ആമേൻ സ്തോത്രം കല്ലറകളിൽ ഈ വാക്യങ്ങൾ സാധാരണ എഴുതി വെക്കാറുണ്ട്. और अधिकतर जिन्होंने यीशु मसीह को नहीं जाना है, यीशु मसीह को नहीं अपनाया है, ऐसे लोगों के खबर में भी ये बातें लिखी हुई हम पढ़ते हैं। അങ്ങനെ എഴുതി വെച്ചത് കൊണ്ട് ആമേൻ ഒരിക്കലും ഈ കിരീടം കിട്ടത്തില്ല. മറിച്ച് ഇത് പൂർത്തീകരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് കർത്താവ് ഈ കിരീടം തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. लेकिन ऐसा लिखे जाने से वो मुकुट नहीं मिलेगा, लेकिन ये जो बातें करते हैं और का परमेश्वर पे जो कार्य करते हैं उनके जीवन में ये मुकुट रखा हुआ है। നാം ഇത് വായിച്ചത് കൊണ്ടും നമുക്കിത് ലഭിക്കത്തില്ല, ഈ പ്രത്യാശ ലഭിക്കത്തില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഗ്രഹമായി ആമേൻ ഏറ്റെടുക്കുവാനായിട്ടിടയായിത്തീരണം. और ये वचन पढ़ने से भी हमारे जीवन में ये मुकुट हमें प्राप्त नहीं होता है, लेकिन हमें ये वचन हमारे जीवन में अपनाना होता है। ആമേൻ വിശ്വാസത്തിന് വേണ്ടി, ഈ ഭൂമിയിൽ ജീവിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നാം നല്ല പോർ പൊരുതണം. ആമേൻ ഓട്ടം അതിന്റെ നിലയിൽ തികച്ചെങ്കിൽ മാത്രമേ ഈ കിരീടം നമുക്ക് കർത്താവ് നൽകത്തുള്ളൂ. जिस विश्वास के लिए हम इस संसार में रहते हैं, उस विश्वास के साथ अगर हम जिएंगे और अच्छी कुश्ती अगर लड़ेंगे तो ये मुकुट हमारे जीवन में प्राप्त होगा। നമുക്കറിയാം ഈ വചനം പൗലോസ് അപ്പോസ്തലനെ ആമേൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവരുടെ അന്ത്യ സമയത്ത് തന്നെ ആമേൻ പറഞ്ഞ ഒരു വാക്യമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. और ये जो वचन है प्रेरित पौलुस अपने जीवन के आखिरी क्षणों में, जो आखिरी समय में बंदी गृह से लिखे हुए वचन है। ആമേൻ പൗലോസ് അപ്പോസ്തലൻ നല്ല ഉറപ്പുണ്ട്, ഞാൻ എന്റെ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം കാക്കാൻ വേണ്ടി ഞാൻ ഓടി, ഞാൻ പൊരുതി. അത് നല്ല ഉറപ്പ് പൗലോസിന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. और पौलुस के जीवन में यह दृढ़ यकीन था, निश्चय था कि वो अपना कुश्ती अच्छे से लड़ चुका है और अपना दौड़ को वो पूरी कर चुका है और अपना विश्वास की उसने रखवाली भी की है। ദൈവനാമത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി എന്നെ ഏൽപ്പിച്ചതിനെതിരെ നിന്ന ചില പ്രതിസന്ധികളെ ഞാൻ പൊരുതി ജയിച്ചു എന്ന് ഉറപ്പോടെ ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിൽ പറയാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നുണ്ട്. और हमारे जीवन में, इस संसार में परमेश्वर ने जो हमारे लिए दौड़ रखी है उसको पूरी करने के लिए कुछ जो कुश्ती है हमने लड़ चुके हैं करके कितने लोग विश्वास के साथ कह सकते हैं आज के दिन में। എന്റെ ജീവിതത്തിൽ ഓടുവാൻ തന്നിരുന്ന ഓട്ടം ഞാൻ യഥാർത്ഥമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഓടുവാൻ ആമേൻ കഴിഞ്ഞു എന്ന് നമ്മുടെ അവസാന നിമിഷങ്ങളിൽ പറയുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് രാവിലെ നാം പരിശോധിക്കുവാനായിട്ടിടയായി. और हमें आज के दिन में परखना है, जांचना है कि क्या हम अपने जीवन के आखिरी क्षणों में जब पहुंचेंगे या हमारे जीवन में हम ये कह सकते हैं कि हमारे लिए जो दौड़ परमेश्वर ने रखी है वो दौड़ हमने पूरी किया है या नहीं। ആമേൻ യേശുവിനെ മാത്രം നാം സ്വീകരിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് വരികയില്ല. അത് അതിന്റെ നിലകളിൽ നാം ചെയ്തു തീർക്കുമ്പോഴാണ് അതിൻ്റെതായ നന്മ നാം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. मात्र यीशु मसीह पर विश्वास करने से हमारे जीवन में ये मुकुट प्राप्त नहीं होता है, लेकिन परमेश्वर ने हमारे लिए रखा हुआ दौड़ है, उसको पूरी करने पर, जो हमारे कर्तव्य को पूरी करने पर हमारे लिए ये मुकुट रखा है। ആമേൻ ജീവിതത്തിന്റെ മുൻപിൽ ലഭിച്ച നന്മകൾ, സമയങ്ങൾ നാം നഷ്ടമാക്കാതെ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ദൈവവചനപ്രകാരം ഓടുവാൻ, പൊരുതുവാൻ ഇന്ന് രാവിലെ നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാണ്. और जो समय हमारे जीवन में मिला है उस समय को व्यर्थ ना करते हुए, जो परमेश्वर ने हमारे लिए दौड़ रखी है उसको दौड़ने के लिए इन दोनों में अपने आप को समर्पित करे। ഇത് ആമേൻ സ്തോത്രം ഈ ഭൂമിയിൽ ലഭിക്കുന്ന ഒരു നന്മയെ കുറിച്ചല്ല ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. और ये वचन में इस संसार में, इस पृथ्वी पर मिलने वाली एक जो मुकुट है उसके बारे में नहीं लिखा हुआ है। ആമേൻ സ്തോത്രം ഈ ഭൂമിയിൽ ഉള്ള മരണത്തിന് ശേഷം ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശയാണ് ഈ വചനത്തിലൂടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. और लेकिन परंतु मृत्यु के बाद मिलने वाली एक मुकुट, एक आशा जो हमारे जीवन में है, उसके बारे में परमेश्वर के वचन में लिखा हुआ है। ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ. ഈ ഭൂമിയിൽ ഒന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും അതിനപ്പുറത്തൊരു ദൈവികമായ പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത്.
और यही मसीही जिंदगी के मसीही जीवन की आशा है। इस संसार में हमारे जीवन में आगे देखने पर हमें भले कुछ ना दिखे, लेकिन एक स्वर्ग में हमारे लिए एक बड़ा उद्धार, एक स्वर्ग में हमारे लिए एक उपहार रखा है। ये जो आशा है ये मसीही जिंदगी है। മറ്റു പല പ്രിയപ്പെട്ടവരും നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകം കൊണ്ട് പലതും തീർന്നു പോയി എന്ന് പഠിപ്പിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം അതുകൊണ്ട് തീരുകയല്ല, പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് എന്ന് ക്രിസ്തീയ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. और ये संसार हमें कई बार ये सिखाती है कि संसार में हमारे जीवन के साथ हमारा ये जीवन, हमारा दौड़ समाप्त हो जाता है, लेकिन वचन हमें सिखाती है कि हमारा ये जीवन है वो आनंद जो हमें एक मृत्यु के बाद भी हमारे लिए एक जीवन है, एक आशा है। ആമേൻ. ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചുരുക്കമായ വർഷങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ജീവിതമാണ്. ആ ജീവിതം വേഗം തീർന്നു പോകും. അതിനപ്പുറത്തൊരു ജീവിതം ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. और इस संसार में जो जीवन है वो जीवन बहुत ही छोटा है, बहुत ही कम समय का है, वो बहुत ही शीघ्र समाप्त हो जाएगा, लेकिन उसके बाद उसके आगे परमेश्वर ने हमारे लिए एक और जीवन रखा हुआ है। അതുകൊണ്ടാണ് 90-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ദാസനായ മോശ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ആമേൻ സ്തോത്രം, നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം വേഗം തീർന്നു വയലിലെ പുല്ലിനെ പോലെയാണെന്ന് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. और इसलिए भजन संगीता 90 में मूसा ने कहा है और वचन में लिखा हुआ है कि हमारा जो जीवन है वो भूसे के घास के समान है, जो शीघ्र ही समाप्त हो जाता है। 90-ാം സങ്കീർത്തനം അതിന്റെ 5-ും 6-ഉം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു, അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. और भजन संगीता 90 उसका 5 और 6वां अध्याय आयतों में लिखा है कि तो मनुष्य को धरा में बहुत देता है, वह स्वप्न से ठहरते हैं, वह भोर को बढ़ने वाली घास के समान होती है, वह भोर को फूलती और बढ़ती है और सांझ तक कट कर मुरझा जाती है। ഒരു മനുഷ്യന്റെ ജീവിതം എപ്പോഴാ തീരുമെന്ന് ഒരു മനുഷ്യർക്കും പറയുവാനായിട്ട് കഴിയത്തില്ല. एक मनुष्य का जो जीवन है कब समाप्त हो जाएंगे करके कोई भी कह नहीं सकता। ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ ഏതു മനുഷ്യനും ഏതു സമയത്തും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. और आज हम जिस समय में रहते हैं एक ऐसा समय है जब कोई भी मनुष्य किसी भी समय पर इस संसार से विदा हो सकता है। ഈ ലോകത്തിൽ നാം ജീവിച്ചതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞുപോയി എന്ന് നമ്മുടെ ജീവിതം തീർന്നുപോയി എന്ന് വിശ്വസിച്ച് നാം നിൽക്കുവാനിടയായി തീരരുത്. इस संसार में हमारा जीवन एक दिन समाप्त हो गया करके, एक दिन हमारा निकल गया है तो हमारा ये जीवन एक दिन समाप्त हो जाएगा सोचकर ऐसे ही हमें खड़े नहीं रहना है। ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. लेकिन हमारे परमेश्वर का वचन हमें ये स्मरण दिलाता है, याद दिलाता है कि इसके बाद एक और जीवन हमारे लिए रखा हुआ है। ആ ജീവിതത്തിനു വേണ്ടി നാം ഒരുങ്ങാനാണ് ഇന്ന് രാവിലെയും ദൈവത്തിന്റെ സന്നിധിയിൽ രാവിലെ എഴുന്നേറ്റ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി പാദപീഠത്തിൽ ഇരിക്കുന്നത്. और उस जीवन के लिए तैयार होने के लिए आज दिन के समय हम सुबह उठकर इस परमेश्वर की उपस्थिति में हम बैठे हुए हैं। ദൈവത്തിന്റെ വചനം ചോദിക്കുന്നു, ഇന്ന് നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ അവൻ ഇന്ന് ഞാൻ നിന്നോടുകൂടെ ദൈവസന്നിധിയിൽ കാണും എന്ന് എത്ര ഉറപ്പോടുകൂടെ ദൈവസന്നിധി നമുക്ക് ഇരിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. और परमेश्वर का वचन हमसे पूछता है कि आज अगर परमेश्वर ने आपकी आत्मा को वापस बुला लिया तो कितने लोग परमेश्वर के साथ ऊपर परमेश्वर की उपस्थिति में रहेंगे। ഈ ലോകത്തിലെ ജീവിതം എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം, പക്ഷെ ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ എൻ്റെ ക്രിസ്തുവിനോട് ദൈവത്തോടു കൂടെ ആയിരിക്കും എന്നുള്ള ഉറപ്പാണ് ഒരു ദൈവത്തിന്റെ പൈതന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ പ്രാപിക്കേണ്ട ഏറ്റവും വലിയ വിഷയം. संसार में जो जीवन है वो कभी भी समाप्त हो सकता है, लेकिन परमेश्वर अगर आज हमारा जीवन समाप्त होता है तो हम प्रभु यीशु मसीह के साथ रहेंगे। ये जो दृढ़ विश्वास और ये यकीन है वो हमें प्राप्त करना है हमारे जीवन में। ഈ ലോകത്തിൽ എന്തൊക്കെ നേടി അല്ലെങ്കിൽ ഈ ലോകത്തിൽ എന്തൊക്കെ നാം പ്രാപിച്ചു എന്നുള്ളതല്ല ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണം. ദൈവത്തിനു വേണ്ടി നീ എത്ര അധ്വാനിച്ചു, ഓടി, ദൈവത്തിനു വേണ്ടി നീ എത്ര പൊരുതി, ആമേൻ എന്ന് ഉള്ള കണക്ക് നാം അന്ന് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരുന്നു.
इस संसार के लिए हमने कितना दौड़ा है, इस संसार में हमने कितने कार्य किया है, ये हमें उधर परमेश्वर की उपस्थिति में बताने की आवश्यकता नहीं है, लेकिन हमने परमेश्वर के लिए संसार में क्या क्या किया है, परमेश्वर के लिए हमने कितना दौड़ा है और आप कितने आत्माओं को जीता, इन सब का जो हिसाब है हमें परमेश्वर की उपस्थिति में एक दिन देना है। ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ലോകത്തിലെ വസ്തുവകയല്ല നിന്റെ ജീവന്റെ ആധാരമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. और परमेश्वर का वचन हमें ये सिखाती है, हमें स्मरण दिलाती है कि संसार की कोई भी बातें हमारा जीवन का आधार नहीं है। അന്നു വേണ്ടുന്നത് ദൈവം തരാമെന്ന് ദൈവം നമുക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അന്നുള്ള അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടേയിരിക്കും. और रोज की जो रोटी है, रोज की जो भी आवश्यकता है वो पूरी करेंगे करके परमेश्वर ने वायदा किया है, तो हमारे जीवन में हर एक दिन की आवश्यकता को प्रभु पूरा करेंगे। ആമേൻ. നമ്മുടെ ജീവിതത്തിന്റെ നന്മകൾ ഒരു ദിവസം പോലും ദൈവം മുടക്കിക്കളയത്തില്ല. ദൈവം വേണ്ടുന്നത് തന്റെ സ്വർഗത്തിലെ കിളിവാതില് തുറന്ന് നമുക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചു തന്നിട്ടുണ്ട്. और हमारे जीवन में प्रतिदिन की किसी भी वस्तु की घटी होने के लिए प्रभु नहीं देंगे, अपने स्वर्ग के द्वार को खोलकर हमारे लिए हर एक बातें जो आवश्यक है वो हमें प्रदान करते हैं। നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടം ഈ ലോകത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നേടി നമ്മുടെ സ്തോത്രം ഡിപ്പോസിറ്റ് ചെയ്യാനാണോ നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടം എന്നുള്ളത് ഇന്ന് രാവിലെ നമ്മളെ തന്നെ ശോധന ചെയ്യുവാനിടയായിത്തീരും. और आज के दिन हमें परखना है, हमें संसार में क्या इसलिए दौड़ते हैं कि हमें संसार की कुछ अच्छी वस्तुओं को प्राप्त करके हमारा जो धन है, संपत्ति है, उसको बढ़ाए, क्या यही हमारा जीवन में दौड़ है? അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്, ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന്റെ ആധാരം എന്ന് പറയുന്നത്. इसलिए परमेश्वर का वचन में लिखा है कि अगर किसी के जीवन में धन संपत्ति की बढ़ोतरी होने पर भी उसके जो धन है, वो संपत्ति है, वो उसके जीवन का आधार नहीं है। ആമേൻ. അതിന് കർത്താവ് ദൈവവചനത്തിൽ പറയുന്നത്, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ കൂട്ടിവെക്കുന്നവന്റെ ഗതി ഇതാകുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഒരു ഉപമ പറയുവാനായിട്ടിടയായി തീർന്നു. और परमेश्वर के लिए नहीं, लेकिन स्वयं के लिए जो धन इकट्ठा करते हैं उनका जो जीवन की अवस्था क्या होगी और करके परमेश्वर एक दृष्टांत के माध्यम से हमें सिखाता है। അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു, നല്ലൊരു മനുഷ്യന്. ആ മനുഷ്യൻ സ്തോത്രം തന്റെ സ്തോത്രം ഭൂമി നന്നായി വിളഞ്ഞെന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. और उस दृष्टांत में कहता है कि एक व्यक्ति धनवान व्यक्ति था, जो धनवान था और अपने जीवन में हर एक और किसी भी वस्तुओं की घटी नहीं थी, उसके जो खेत है वो अच्छे से फलते थे। एक ऐसी व्यक्ति के बारे में दृष्टांत में परमेश्वर कहते हैं, यीशु मसीह कहते हैं। ആ മനുഷ്യൻ ചെയ്തത് തെറ്റല്ല. അവൻ നല്ലതുപോലെ അധ്വാനിച്ച് അവന്റെ കൃഷിഭൂമിക്കകത്ത് അവൻ നല്ലതുപോലെ അധ്വാനിച്ച് അവൻ ഉണ്ടാക്കിയ കാര്യങ്ങളാണ് അത് മുഴുവനും. और वो धनवान व्यक्ति ने अपने जीवन में गलतियां किया है करके नहीं लिखा है, वो अपने खेत में कार्य कर उसको उपजाऊ बनाकर उसमें वो फल जो है आया है करके हम देखते हैं। ആമേൻ. അതുകൊണ്ട് അവന് വിളവ് നല്ലതുപോലെ അത് വിളഞ്ഞ് ഏറ്റവും സമൃദ്ധി ഉണ്ടാകുവാനായിട്ടിടയായിത്തീർന്നു. और उसने जो अपने उसके जो खेत है उसमें फल लगा है और उसको बहुत ही उन्नति हुआ है करके हम देखते हैं। അവന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു, ഇങ്ങനെ ധനം ഇത്രമാത്രം വിളവ് വർദ്ധിച്ചപ്പോൾ ഇനി ഞാൻ ഇതിനെ സ്വരൂപിച്ചു വെക്കുവാൻ, ഇതിനെ ശേഖരിച്ചു വെക്കുവാൻ, എന്റെ കളപ്പുരകളൊക്കെ ഒന്ന് വലുതാക്കുവാൻ അവന്റെ ഹൃദയത്തിൽ തോന്നിച്ചു. और जब उसका जो उपज है उतना अधिक होने के कारण उसने सोचा कि अपना जो इकट्ठा करने के जो घर है, भवन है, उन सबको बढ़ा दे करके उसने सोचा। അങ്ങനെ എനിക്ക് ലഭിച്ച സമൃദ്ധി മുഴുവനും ഞാൻ അതിനകത്ത് സ്വരൂപിച്ചു വെക്കുമെന്ന് ആ മനുഷ്യൻ ചിന്തിപ്പാനിടയായത്. और मेरे जीवन में जितने भी जो उन्नति प्राप्त हुआ है उन सबको मैं बटोर कर रखूंगा करके उस व्यक्ति ने निर्णय लिया। എന്നിട്ട് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്തിച്ച ഒരു കാര്യം, ഞാൻ ഒത്തിരി എനിക്ക് ആവശ്യത്തിന് സമൃദ്ധി സമ്പത്തുണ്ട്, ഇനി ഞാൻ ആണ്ടുകളോളം അത് തിന്നു കുടിച്ച് സന്തോഷത്തോടെ ആനന്ദിക്കുമെന്ന് അവന്റെ ഹൃദയത്തിൽ അവൻ ചിന്തിപ്പാനിടയായി. और उसने अपने हृदय में ये सोचा कि वह अब उसके पास अब बहुत संपत्ति है, खाने पीने की कोई कमी नहीं है, बहुत सालों तक हमारे उसके जीवन में किसी भी वस्तु की घटी ना होगी।
പക്ഷെ ദൈവം അവനോട് ഒരു കാര്യം ചോദിക്കുന്നു, മൂടാ, ഇന്നു രാത്രി നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ ഈ കൂട്ടി വെച്ചതൊക്കെ ആർക്കാകുമെന്ന് ദൈവം അവനോട് ചോദിപ്പാനായിട്ടിടയായി തീർന്നു. लेकिन परमेश्वर ने उससे ये सवाल किया है, हे मूड, आज के दिन यदि मैं तुम्हारी आत्मा को अगर मांगूंगा तो तुम जो बटोर कर रखे हुए तुम्हारी संपत्ति है उसका क्या करोगे? ആമേൻ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ ചെയ്ത ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ആമേൻ, സ്തോത്രം. അവൻ ഈ ലോകത്തിലുള്ളതിനു വേണ്ടി മാത്രം ചിന്തിച്ച്, അവന്റെ ലോകത്തിലുള്ളതായ വിഷയത്തിന് മാത്രം അവൻ ചിന്തിച്ചു. ദൈവികമായ വിഷയത്തിൽ അവൻ പ്രാധാന്യം കൊടുക്കുവാൻ ഇടയായി തീർന്നില്ല. उस व्यक्ति ने एक ही कार्य किया, उस संसार के बातों के लिए, संसार के धन के लिए, संपत्ति के लिए उसने कार्य किया, लेकिन परमेश्वर के कार्य के लिए, परमेश्वर के लिए उसने कुछ भी कार्य नहीं किया। ഇന്ന് രാവിലെ ദൈവം നമുക്ക് സമൃദ്ധി തന്നാലും സന്തോഷം കൂടുതൽ തന്നാലും ഇന്ന് രാവിലെ ദൈവത്തിനു വേണ്ടി നീ എന്ത് അധ്വാനിച്ചു, എത്രമാത്രം ഓടി എന്നുള്ളത് കർത്താവ് വളരെ കൃത്യമായി നമ്മോട് ചോദിപ്പാനായിട്ടിടയായിത്തീരും. आज के दिन हमारे जीवन में हमने संसार के लिए क्या किया है ये ना देखे, लेकिन परमेश्वर हमसे ये जरूर पूछेंगे कि आपने परमेश्वर के लिए क्या कार्य किया है। ആമേൻ. ഞാൻ ഒത്തിരി അധ്വാനിച്ചു, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും ഇന്ന് രാത്രി ദൈവം എന്നോട് ചോദിക്കുന്നു, നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ, ആമേൻ, സ്തോത്രം, നമ്മൾ ഒരുക്കി വെച്ചതെല്ലാം ആർക്കാകുമെന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. हमने संसार में बहुत से कार्य किए, अपने जीवन की जो उन्नति के लिए बहुत कुछ बटोर कर रखा, लेकिन अगर प्रभु पूछते हैं कि तुम्हारी आत्मा अगर वापस मांगोगे तो तुम्हारे जीवन में तुम्हारा आत्मा कहाँ जाएगी, तो हमारे पास उसके लिए उत्तर होना आवश्यक है। ആമേൻ, സ്തോത്രം. ഇന്ന് രാവിലെ ദൈവസന്നിധിക്കുന്ന ദൈവവൈതലെ കർത്താവ് ചോദിക്കുമ്പോൾ, എന്റെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ ചെയ്തത് ദൈവം അന്ന് അവിടെ കണക്കിടുവാനായിട്ടിടയായിത്തീരും. और जब परमेश्वर हमसे पूछेंगे तो हमने जो परमेश्वर के लिए, जो परमेश्वर के राज्य के लिए कार्य किया है, उसका जो गिनती है परमेश्वर उस दिन हमसे लेंगे। ഈ രാവിലെ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ച, കർത്താവെ, ഞാൻ ഈ ദൈവത്തെ കണ്ടുമുട്ടി, ഈ ദൈവത്തിനു വേണ്ടി, ആ രാജ്യത്തിനു വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു എന്ന് നാം നമ്മയോട് തന്നെ ഒന്ന് ചോദിപ്പാനായിട്ട് ഇന്ന് രാവിലെ ഇടയായിത്തീരട്ടെ. आज के दिन हमने अपने आप से पूछे जांचे कि हम उस संसार के बारे में जाना, उस परमेश्वर के राज्य के बारे में जाना है, लेकिन हमने उस राज्य के लिए, उसके राज्य की बढ़ोतरी के लिए हमने अपने जीवन में क्या किया है। ആമേൻ, സ്തോത്രം. ആ രാജ്യത്ത് നാം ചെല്ലുമ്പോൾ നമുക്കുള്ള പ്രതിഫലം, നമ്മൾ വായിച്ചതുപോലെ ആ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നാം അധ്വാനിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. और हम उस स्वर्ग राज्य में जब हम पहुंचेंगे तो हमारे जीवन में जो मुकुट है, जो प्रतिफल है, वो तभी प्राप्त होगा जब हम इस संसार में उसके लिए दौड़ेंगे, कार्य करेंगे। ആമേൻ. ഈ ലോകത്ത് നാം അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും ദൈവനാമത്തിലുള്ള സകല നിന്ദകൾക്കും അന്ന് ഒരു സമയം നമുക്ക് അവിടെ ദൈവം പ്രതിഫലം തരുവാനായിട്ടിടയാണ്. और इस संसार में हम जो भी कष्ट, क्लेश और परमेश्वर के नाम पे जो निंदा सब जो सहते हैं, सबका प्रतिफल एक दिन प्रभु के उस स्वर्ग राज्य में हमें प्राप्त होगा। ഈ ലോകത്തിൽ മറ്റുള്ളവരെ പോലെ സമൃദ്ധിയൊന്നും നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചില്ലെങ്കിലും ഇന്ന് രാവിലെ നമ്മുടെ പ്രത്യാശ കൈവിടരുത്. നമുക്ക് അപ്പുറത്തൊരു ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ അനുഗ്രഹം നമുക്കുണ്ട്. ആ പ്രത്യാശയോടെ നമ്മൾ ഈ പകലിലും ഓടുവാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നത്. भले हो सकता है संसार के लोगों के समान हमारे जीवन में उन्नति नहीं होगी, धन संपत्ति नहीं होगी, लेकिन हम यीशु मसीह और उस आशा जो परमेश्वर ने हमारे जीवन में दिया है, उस आशा को लिए आगे बढ़े। ആമേൻ. പ്രതിസന്ധികളുടെ മുമ്പിൽ പതറി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് സംസാരിക്കും, നിനക്ക് അതിനപ്പുറത്തൊരു ഒരു ജീവിതമുണ്ട്, അവിടെ ഞാൻ നിന്നെ കരുതുമെന്നുള്ള ദൈവത്തിന്റെ വലിയ വാഗ്ദത്തം നമ്മെ നടത്തുന്നത് കൊണ്ടാ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ഓടുവാനായിട്ട് ദൈവം കൃപ നൽകുന്നത്. के मध्य में जब हम खड़े रहते हैं आगे की ओर देख कर, तब परमेश्वर हमारे जीवन में जो दृढ़ निश्चय देता है, आशा देता है, यकीन देता है कि हमारे लिए आगे भी एक स्वर्ग राज्य है, हमारे लिए एक जीवन है, वो आशा हमारे जीवन में है जो हमें आगे बढ़ाती है। ആമേൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലരും കാണാം, ആമേൻ, സ്തോത്രം, ആമേൻ, മുന്നോട്ട് പോകുവാൻ കഴിയാതെ ജീവിതത്തിൽ നിരാശപ്പെട്ടുകൊണ്ട് ലോകത്തിൽ നിന്ന് ആത്മഹത്യ ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. संसार में हम कई लोगों को देखते हैं अपने जीवन में जो क्लेश, कष्ट है, उसको सामना नहीं कर पाते हैं और अपने जीवन का वो स्वयं समाप्ति कर देते हैं।
ജീവിതത്തിനകത്തെ ചില നാളുകൾ ജീവിക്കുവാൻ പോലും കഴിയാതെ ഈ ലോകത്തിൽ സ്തോത്രം തന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവൻ. जो कुछ समय का जीवन हमारे लिए है, जो बहुत ही छोटा है, वो भी जी नहीं पा रहे कई लोग, और अपने जीवन को स्वयं समाप्त करते हुए हमने कईयों को देखा है। ജീവിതത്തിന്റെ മുമ്പിൽ അങ്ങനെയുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ മക്കൾക്കൊരു പ്രത്യാശയുണ്ട്. ഇത് കഴിഞ്ഞ് ചില നാളുകളുടെ കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ജീവിതം തീർന്നു പോയാൽ അതിനപ്പുറത്തൊരു ജീവിതം കർത്താവ് എനിക്ക് വേണ്ടി ശ്രേഷ്ഠമായത് ഒരുക്കിയിട്ടുണ്ടെന്നുള്ള പ്രത്യാശയോട് വേണം ഇന്ന് രാവിലെ ദൈവമക്കൾ ദൈവസന്നിധിയിൽ സന്തോഷിപ്പാനായിട്ടിടയായി തീരേണ്ടത്. लेकिन परमेश्वर के लोगों के लिए ये आशा है कि प्रभु हमारे ये जीवन जो है, ये जो कष्ट है, वो कुछ समय का है, वो समाप्त हो जाएगा, कुछ और समय हमें रहना है। उसके बाद हमारे लिए एक परमेश्वर ने घर तैयार, एक जीवन तैयार किया हुआ है, एक भवन तैयार किया हुआ, एक भविष्य तैयार किया हुआ है, जो वो आशा के साथ हमारे जीवन को हमें बिताना है। അതാണ് ദൈവത്തിന്റെ വചനം. ഒരു മനുഷ്യന്റെ ആയുസ് 70, ഏറിയാൽ 80. അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രയെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. इसलिए परमेश्वर का वचन कहता है कि एक व्यक्ति जो मनुष्य है, उसका जो जीवन है वो 70 साल, अधिक से अधिक 80 साल, और ये जीवन का जो फल है वो फल दुख और क्लेश है इस संसार में करके वचन में लिखा है। ദൈവത്തിന്റെ വചനത്തിന്റെ ആരംഭങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെ ഓർക്കുമ്പോൾ 900 വർഷം, ഏതാണ്ട് 900 ഇയേഴ്സിനപ്പുറത്തൊക്കെ ജീവിച്ച പ്രിയപ്പെട്ടവരെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. तो लेकिन परमेश्वर के वचन में जो शुरुआती जो मनुष्यों के बारे में हम देखते हैं, उनमें से कई लोग ऐसे थे जो 900 साल से अधिक तक अपने जीवन को बिताए हैं। മോശ ഈ വചനം എഴുതുമ്പോൾ ഏകദേശം 120 വർഷം വരെ മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് സ്തോത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. और मूसा जब अपने ये वचनों को लिखते हैं, परमेश्वर के वचन लिखा है, तब देखते हैं वो 120 साल तक की आयु के बारे में वचन लिखा हुआ है। എന്നാൽ മോശ നമുക്ക് വേണ്ടി അത് എഴുതിയപ്പോൾ എഴുതിയത് 70 അല്ലെങ്കിൽ 80 വർഷം വരെ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. लेकिन मूसा उसके 120 साल के होने के बाद भी जब वह लिखता है, वो लिखता है कि 70 साल और अधिक से अधिक 80 साल। എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ അതൊക്കെ വളരെ കുറഞ്ഞ് വളരെയധികം കുറഞ്ഞതായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണുവാനായിട്ട് കഴിയും. लेकिन हम इस जो समय है, उस समय में हम देखते हैं कि वो सब बहुत ही कम हो गया है, और वो बहुत ही छोटा जो हमारा आयु है वो रह गया है। അപ്പോൾ നാം ഇന്ന് രാവിലെ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ആയുസ് എത്ര മാത്രമേ ഉള്ളൂ എന്ന് നാം ഇന്ന് രാവിലെ ഒന്ന് ചിന്തിപ്പാനായിട്ടിടയായി തീരണം. तो आज के दिन हम एक बार स्मरण करके देखे, याद करें कि हमारा जाने कि हमारा जो आयु है वो कितनी सी है। വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാനുള്ളതായ അവസരങ്ങൾ ഉള്ളൂ എന്ന് നാം ഇന്ന് രാവിലെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ജീവിക്കുവാൻ. और हमारे लिए संसार में जीने के लिए बहुत कम समय है, बहुत ही कम दिन है करके हमें जानकर हमें इस दिन को हमारा जीवन बिताना है। ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനത്തിലൂടെ ഇന്ന് രാവിലെ ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം, ഈ ചെറിയ ആയുസ്സിനകത്ത് നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ തയ്യാറായിരിക്കും? और इस वचन से आज एक ही सवाल आज से पूछना चाहता हूँ कि आपकी ये जो छोटी आयु है, उस छोटी आयु में आपने परमेश्वर के लिए क्या कार्य किए हैं? എന്റെ ഓട്ടം ഈ ലോകത്തിലെ ഏതെങ്കിലും നന്മയുടെ പുറകെയാണോ, അതോ എന്റെ യേശുവിന്റെ നിത്യരാജ്യത്തിലുള്ള ജീവിതത്തിന് വേണ്ടിയാണോ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇന്ന് രാവിലത്തെ ചോദ്യം. और आज का ये सवाल है कि हमारा जो दौड़ है, हमारे इस संसार में जो दौड़ है, वो हमारी एक छोटी सी उन्नति के लिए और धन संपत्ति के लिए है, या परमेश्वर के लिए और उस राज्य के लिए है? ഒരു കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കുക, ഈ ലോകത്ത് ഓടി ലഭിച്ച സകല നന്മകളും ഈ ലോകത്തിൽ നാം ഇട്ടേച്ചു പോയേ മതിയാകത്തുള്ളൂ. एक चीज मैं व्यक्त करना चाहता हूँ कि हमें संसार में जो भी चीज से दौड़कर प्राप्त करते हैं, उन्नति प्राप्त करते हैं, वो हम इस संसार में ही छोड़कर चले जाएंगे. അത് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയത്തില്ല. और वो हम अपनी पीढ़ियों को दे पाएंगे करके भी हम कभी भी विश्वास के साथ नहीं कह सकते। എന്നാൽ ഇന്ന് രാവിലെ നീ കർത്താവിന് വേണ്ടി ഓടിയത്, അധ്വാനിച്ചത് അങ്ങ് സ്വർഗരാജ്യത്തിൽ ഇന്ന് പകൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തിരുവചനത്തിൽ നാം വായിപ്പാനായിട്ടിടയായി തീരുന്നുണ്ട്.
और लेकिन जो परमेश्वर के लिए आपने कार्य किए हैं वो स्वर्ग राज्य में आपके लिए धन के समान इकट्ठा हुआ है करके मैं आपको बताना चाहता हूँ। ഇന്ന് രാവിലെ എത്ര പേര് ആമേൻ സ്തോത്രം കർത്താവെ ഞാൻ എന്റെ ജീവിതം എന്റെ കർത്താവിന് വേണ്ടി ഓടി തീർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എത്ര പ്രിയപ്പെട്ടവർക്ക് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പറയുവാൻ കഴിയും? इतने लोग आज के दिन परमेश्वर की उपस्थिति में निश्चय निर्णय ले सकते हैं कि मैं अपना जो जीवन है वो प्रभु के लिए दौड़ूंगा, वो प्रभु के लिए जीऊंगा। ഈ പുറകോട്ട് നോക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒന്നും എനിക്ക് ഡിപ്പോസിറ്റ് ചെയ്യുവാൻ ഈ ലോകത്തിൽ ഒന്നും കഴിഞ്ഞില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ കർത്താവിന്റെ സന്നിധി ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് നാം ഈ ഭൂമിയിൽ നേടേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. और हम संसार में रहते हुए हम कई बार मैंने अपने जीवन में और हमने बहुत धन संपत्ति जो है इकट्ठा नहीं कर पाए, हम अपने लिए इस संसार में धन इकट्ठा कर नहीं पाए, उन्नति प्राप्त नहीं कर पाए। लेकिन संसार में नहीं, परमेश्वर स्वर्ग के राज्य में हमारे लिए जो इकट्ठा किया वो आशीष है, जो धन स्वर्गीय धन है वो हमें एक दिन प्राप्त होगा। उसको याद करते हुए और उसको समझते हुए हमारे जीवन को हमें व्यतीत करना है। ആമേൻ. ഈ ഭൂമിയുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ഈ നമ്മുടെ കർത്താവിൽ നാം ഈ ജീവിതത്തിൽ മാത്രം യേശുവിനെ നാം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുകയല്ല, മറിച്ച് ആമേൻ സ്തോത്രം അതിനപ്പുറത്ത് എന്റെ യേശു എനിക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ടെന്നുള്ള പ്രത്യാശയാണ് ഇന്ന് രാവിലെ എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തേണ്ടതായ വിഷയം എന്ന് പറയുന്നത്. और इस संसार में हमने यीशु मसीह को जाना है, उस पर मात्र हमारी आशा नहीं है, लेकिन यीशु परमेश्वर ने हमारे लिए हमारे जीवन के बाद कुछ रखा है, उस पर भी हमारा एक आशा है। वो जो हमारे लिए जो आशीष रखी हुई है उस आशा जो है वो हमारे जीवन को बहुमूल्य बनाती है। അതുകൊണ്ടാണ് ഫസ്റ്റ് കൊരിന്ത്യർ 15 chapter 15 verses 19 പറയുന്നു, നാം ഈ ആമേൻ സ്തോത്രം നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും നാം അരിഷ്ടരത്രേ എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. और इसलिए पहला कुरिन्थियों और 15 अध्याय उसका 19 में लिखा है, यदि हम केवल इसी जीवन में मसीह से आशा रखते हैं तो हम सब मनुष्यों से अधिक अभागे हैं। ആമേൻ. ഈ ലോകത്തിൽ ഉള്ളത് മാത്രമാ ക്രിസ്തു നമുക്ക് ഈ ലോകത്തിലെ ധനത്തിനു വേണ്ടി, ഈ ലോകത്തിലെ സൗഖ്യത്തിനു വേണ്ടി, ഈ ലോകത്തിലെ സമൃദ്ധിക്ക് വേണ്ടിയാണ്, ഈ ലോകത്തിൽ മാത്രമാണ് നാം ക്രിസ്തുവിനിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നമ്മളാണ് ഏറ്റവും അരിഷ്ടരായ മനുഷ്യരെന്ന് പറയുന്നത്. संसार की आशीष के लिए, संसार की छुटकारा के लिए, संसार में रहते हुए जो हमारा धन संपत्ति की बढ़ोतरी के लिए मात्र इसी जो इच्छा के साथ अगर हम यीशु मसीह को पर आशा रखते हैं, इस संसार की बातों के लिए हम यीशु मसीह में आशा रखते हैं, तो हम हर एक मनुष्यों से अधिक अभागे है करके वचन हमें बताती है। അതിനുവേണ്ടി മറ്റനേക ദൈവങ്ങളെ കുറിച്ച് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. और लेकिन इस संसार के जो बढ़ोतरी के लिए हम बहुत अधिक देवताओं के बारे में, अधिक अलग अलग देवताओं के बारे में हम वचन में देखते हैं। കർത്താവിന് വേണ്ടി നീ നിലനിൽക്കുന്നെങ്കിൽ ഈ ലോകത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ, ഈ ലോകത്തിലേക്ക് മാത്രമല്ല, അതിനപ്പുറത്ത് എനിക്കൊരു ക്രിസ്തുവിൽ ഒരു പ്രത്യാശയുണ്ടെന്നുള്ള ഉറപ്പാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കേണ്ടത്. लेकिन हमारे जीवन में हमें जो आशा जो प्राप्त करना वो ये है कि हमारे लिए इस संसार में ही नहीं, लेकिन संसार के बाद एक और जीवन है, स्वर्ग में हमारे लिए एक जीवन है, एक धन है, एक संपत्ति है। वो जो आशा है, जो विश्वास है हमारे जीवन में हमें प्राप्त करना है। ആമേൻ. ഇതാണ് ഇന്ന് രാവിലെ ദൈവമക്കളുടെ ജീവിതത്തിൽ ആമേൻ ആ വലിയ ഉറപ്പ് ഈ രാവിലെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരായ ഞാനും നിങ്ങളും ഒരുപോലെ ദൈവസന്നിധിയിൽ പ്രാപിച്ചെടുക്കേണ്ടതായ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ കാര്യം എന്ന് പറയും. और ये जो निश्चय है, जो वचन सुनने वाले आप और मैं, हमारे जीवन में ये जो निश्चय है वो होना है और आना है, यही परमेश्वर के वचन हमसे चाहता है। ആമേൻ. ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി ഓടി അധ്വാനിച്ചു, അതിനിടയിൽ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടാലും നമ്മളെ കിടക്കുന്ന കല്ലറയിൽ നിന്ന് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പ്രതിഫലം തരുവാൻ എന്റെ ദൈവത്തിന് കഴിവുള്ളവനാണ്.
और हम जिस इस संसार में कार्य को करा परमेश्वर के लिए, दौड़ा परमेश्वर के लिए, कार्य करा, उसके मध्य में यदि हम हमारा जीवन भी हमें खोना पड़ जाए, लेकिन हम जिस कब्र में हमें रखेंगे, उस कब्र से हमें जिलाकर प्रतिफल और परमेश्वर की आशीषें देने वाला परमेश्वर हमारे लिए है। ആമേൻ, സ്തോത്രം. ഈ ലോകത്തു നിന്ന് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. ആമേൻ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25-ഉം 26-ഉം, ജോൺ ചാപ്റ്റർ 5 വേഴ്സസ് 25 and 26 എഴുതിയിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വന്നിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. इसलिए यूहन्ना रचित समाचार 5वां अध्याय उसके 25 में लिखा और 26 में लिखा है, मैं तुमसे सच सच कहता हूँ कि वह समय आता है और अब है जिसमें मृतक परमेश्वर के पुत्र का शब्द सुनेंगे, और वो जो सुनेंगे वो जिएंगे। ആമേൻ. ഇന്ന് രാവിലെ ദൈവസന്നിധിക്കും ദൈവത്തിലെ നമ്മുടെ ഓട്ടത്തിനിടയിൽ നാം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടാലും, നാം കല്ലറയ്ക്കകത്ത് കിടന്നാലും, ഏതു സ്ഥലത്ത് കിടന്നാലും, ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ നിന്ന് നാം ജീവനോടെ എഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് കടക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിന്റെ ഉറപ്പാണ്. और हम अपने जीवन में परमेश्वर के लिए हम दौड़ेंगे, कार्य करेंगे, उसके मध्य में हमारे जीवन यदि खो भी जाए और हम कब्र में हमें रखा जाए, लेकिन उस कब्र से हमें परमेश्वर यीशु मसीह की शब्द हमें उठाएंगे, और शब्द से उठाने के बाद हमारे जीवन में प्रतिफल देंगे, और वही हमारे जीवन में आशा है, और वो हमारे जीवन में निश्चय है। നമ്മുടെ കർത്താവ് വരാനുള്ള സമയം അടുത്തു എന്ന് തിരുവചനത്തിൽ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്ത് നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാമും അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുവാനായിട്ടിടയായിത്തീരും. इसलिए वचन में लिखा है, और हम जानते हैं प्रभु यीशु मसीह का आगमन निकट है, और वचन कहता है क्योंकि प्रभु आप ही स्वर्ग से उतरेगा, और उस समय ललकार और प्रधान दूत का शब्द सुनाई देगा, और परमेश्वर की सुरही फूंकी जाएगी, और जो मसीह में मरे हैं वो पहले जी उठेंगे। तब हम जो जीवित और बचे रहेंगे उनके सब बादलों पर उठा लिए जाएगा कि वह हवा में प्रभु से मिले, और इस रीति से हम सदा प्रभु के साथ रहेंगे। ആമേൻ. ഈ ലോകത്തിലുള്ള പല മനുഷ്യരുടെയും ജീവിതത്തിനകത്തെ പ്രത്യാശ ഈ ലോകത്തിൽ മരിച്ചാൽ അതോടെ സകലതും തീർന്നു എന്നവർ വിശ്വസിക്കുന്നു. और इस संसार में लोग विश्वास करते हैं, इस संसार में उनकी अंत होने के बाद उनके जीवन के साथ इस संसार में उनका जीवन अंत हो जाएगा, समाप्त हो जाएगा, ये विश्वास करते हैं। എന്നാൽ ദൈവത്തിന്റെ വചനം പറയുക, നീ മരിച്ചു കിടന്നാലും അവിടെ നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവസന്നിധിയിൽ കൊണ്ടുചെന്ന് നിനക്ക് വേണ്ടുന്ന പ്രതിഫലം തന്നിട്ടേ അവൻ നിന്നെയും എന്നെയും ആമേൻ സ്തോത്രം ആമേൻ ചെയ്യത്തുള്ളൂ എന്ന് തിരുവചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. लेकिन हमारा जो परमेश्वर का वचन है वो हमें ये दृढ़ निश्चय देता है, यदि तुम मर भी जाओ, तुम्हें उस मृत्यु की अवस्था से उठाकर हमारे जीवन में जो हमारे लिए हमने जो दौड़ा है, परमेश्वर के लिए हमने जो दौड़ा है, उसके लिए प्रतिफल देगा करके परमेश्वर का वचन हमें व्यक्त करता है। അങ്ങനെ കർത്താവ് പറഞ്ഞിരിക്കുക, നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ എടുക്കപ്പെട്ട മേഘത്തിൽ എടുക്കപ്പെടും, ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടെ ആയിരിക്കും. और वचन हमें कहता है कि उनके साथ बादलों पर हम उठा लिए जाएंगे, कि हवा में हम प्रभु से मिले, और इसी रीति से हम सदा प्रभु के साथ रहे। ആമേൻ. ഈ ലോക ജീവിതം കഴിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ എപ്പോഴും ജീവിക്കുന്ന ഒരു പുതിയ ജീവിതത്തിന് വേണ്ടിയാ ഈ കാലഘട്ടത്തിൽ നാം ദൈവത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കേണ്ടത്. और हमारे ये संसार का जीवन समाप्त हो जाए, उसके बाद हम यीशु मसीह के साथ एक जीवन बिताएंगे, उसकी आशा है हमारे जीवन में। इसलिए हम संसार में प्रभु परमेश्वर के लिए अपना दौड़ को हम दौड़ते हैं। നമ്മുടെ ഓട്ടം ഈ ലോകത്തിലെ ഏതെങ്കിലും നന്മ പ്രാപിക്കാനാ ഓടുന്നതെങ്കിൽ ഈ ലോകത്തോടുകൂടെ അതവിടെ തീരുവാനായിട്ടിടയായി. यदि हमारा दौड़ इस संसार के किसी भी आशीष और उन्नति को पाने के लिए है, तो इस संसार के साथ वो समाप्त हो जाएगा। പക്ഷെ ഇന്ന് ഓടുന്നത് എന്റെ യേശുവിന് വേണ്ടിയാണ് ഓടുന്നത്, പ്രതിഫലമില്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാതെ കർത്താവിന് വേണ്ടിയാ ഓടുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലം ലഭിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുമ്പോഴാണ്. और हमारे जीवन में, लेकिन अगर हम इस संसार के किसी भी बातों के लिए नहीं, लेकिन परमेश्वर के लिए हमारा दौड़ को हम दौड़ते हैं, तो हमारे लिए मसीह में प्रभु में आशीष और प्रतिफल रखे हैं। ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്,
ആ മനുഷ്യൻ വലിയ ഒരു ജ്ഞാനിയായ മനുഷ്യനായിരുന്നു. प्रेरित पौलुस जिसने ये वचन लिखा हुआ है, उनके बारे में हम देखते हैं कि वो बहुत ही ज्ञानी और विद्वान व्यक्ति थे। അവൻ മിലിറ്ററിയിൽ വളരെയധികം ശക്തമായിട്ടുള്ള ഒരു പടയാളിയായിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. और वो सेना में एक अच्छा सेना जो व्यक्ति है या जो सैनिक है उसके जैसा जीने वाला एक व्यक्ति था। വളരെയധികം സമ്പത്തുള്ള, വളരെ ശക്തമായ സമ്പത്തുള്ള വലിയ ഒരു മനുഷ്യനായിരുന്നു പൗലോസ് എന്ന് പറയുന്നതായ മനുഷ്യൻ. और पौलुस बहुत ही आर्थिक जो धन रखने वाला या एक धनिक व्यक्ति था। ആമേൻ. നമ്മുടെ കൂട്ടൊന്നുമല്ല, വളരെയധികം സമ്പത്ത് എന്ന് പറഞ്ഞാൽ കപ്പല് പോലും അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു എന്നാണ് സ്തോത്രം കേൾക്കുവാനായിട്ട് നാം ഇടയായിത്തീരുന്നത്. और हमारे समान नहीं, लेकिन अब बहुत ही धनिक व्यक्ति था। उनके लिए स्वयं खुद के लिए जहाजों तक थे करके हम वचन में देखते हैं। അത്രമാത്രം വലിയ ശക്തനായ വലിയ റോമ പൗരനായ ഒരു വ്യക്തിയായിരുന്നു പൗലോസ് എന്ന് പറയുന്നതായ വ്യക്തി. और हम देखते हैं उतना ही धनिक और अधिक साम शक्ति रखने वाले और रोमा की जो रहने वाला एक व्यक्ति था करके हम देखते हैं। ആ മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവന്റെ ഓട്ടം ക്രിസ്തുവിന് വേണ്ടിയായി തീരുവാനിടയായിട്ടുണ്ട്. लेकिन जब उन्होंने उनका मुलाकात प्रभु यीशु मसीह के साथ हुआ, अपने जीवन में हर एक बातों को त्याग कर वो अपना जीवन प्रभु यीशु मसीह के लिए दौड़ने लगे। ആ മനുഷ്യന് മനസ്സിലായി, ഈ ലോകത്ത് ഞാൻ ഓടി അധ്വാനിക്കുന്നത് ലോകം കൊണ്ട് തീരും, പക്ഷെ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഓടിയാൽ അപ്പുറത്ത് എനിക്ക് വേണ്ടി ദൈവം വലിയതൊന്ന് കരുതിയിട്ടുണ്ടെന്നുള്ള ആ വലിയ പ്രത്യാശ കൊണ്ടാണ് അതൊക്കെ ചെയ്യുവാൻ ആ മനുഷ്യനെ ഇടയാക്കി തീർത്തത്. जब उन्होंने यीशु मसीह को जाना है तो उन्होंने जाना है कि ये संसार से बढ़कर एक अलग जीवन आगे है, और उसको जानकर उस यकीन में उन्होंने अपने जीवन को व्यतीत किया। അതുകൊണ്ടാണ് ആ വ്യക്തി പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. इसलिए उस व्यक्ति ने लिखा है, मैंने अच्छी कुश्ती लड़ चुका हूँ, मैंने अपने दौड़ को पूरी कर ली है और मैंने विश्वास की रखवाली की है। സ്തോത്രം. മരണത്തിനു വേണ്ടി സ്തോത്രം ജയിലിൽ കിടക്കുമ്പോഴും ആ മനുഷ്യന്റെ പ്രത്യാശ ഇതാണ്, ഞാൻ എന്റെ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ ഇടയായി തീർന്നുള്ള ഉറപ്പാണ് ആ മനുഷ്യനെ ജീവിതത്തിൽ മുൻപോട്ട് പിന്നെയും പ്രത്യാശയോടെ ജീവിപ്പാൻ അനുവദിച്ചത്. और मृत्यु के इस इंतजार में जब वो बंदी गृह में पड़े थे, उनके जीवन में जो आशा ये जो है कि परमेश्वर के लिए मेरे लिए एक और जीवन है आगे के लिए, मेरे लिए प्रतिफल है, ये जो आशा है वो उनके जीवन को और आगे बढ़ने के लिए, परमेश्वर के लिए और दौड़ने के लिए बल और सामर्थ्य उनके जीवन में प्रदान किया। ജയിലിനകത്ത് കിടക്കുമ്പോഴും അദ്ദേഹത്തിന് സ്തോത്രം അദ്ദേഹത്തെ കൊല്ലുവാനുള്ളതായ വാളിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രത്യാശയ്ക്ക് ഒരു കുറവും സംഭവിച്ചില്ല. जब उनको मारने के लिए उनके जो तलवार है, जब उसकी धार को बढ़ाया जा रहा था, उसकी शब्द सुन रहा था वो, उसके बाद भी उसके जीवन में आशा की कमी नहीं हुई। കാരണം ഈ ലോകത്തിൽ ഇതോടുകൂടെ തന്റെ മരണത്തോടുകൂടി ലോകത്തിലെ ജീവിതം നഷ്ടപ്പെടുമെങ്കിലും തനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു കിരീടം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള പ്രത്യാശ മനുഷ്യനുണ്ടായിരുന്നു. क्योंकि ये जो तलवार है, ये जो समय है, उसके बाद उसका जीवन जो है संसार में समाप्त जरूर हो जाएगी, लेकिन उसके लिए एक और जीवन रखा हुआ है, एक मुकुट और एक प्रतिफल उसके लिए रखा हुआ है। ये आशा उस व्यक्ति के जीवन में था। ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനം പറയുന്നത് അത് എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കുമുള്ളതാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. और एक परमेश्वर का दास कहता है कि वो सिर्फ उसके लिए नहीं है, लेकिन सबको भी है जो उसके प्रकट होने को प्रिय जानता है और उस आशा में जीवन बिताते हैं। ഇന്ന് രാവിലെ അത് എനിക്കും നിനക്കും വേണ്ടി കർത്താവ് ഒരുക്കി തന്നിട്ടുള്ളതാണ്. आज के दिन वो आपके लिए और हमारे लिए प्रभु ने तैयार करके दिया हुआ है। അത് എത്ര പ്രാപിക്കുവാനെന്നുള്ളത് ഉറപ്പ് നാം ഈ ലോകത്തു നിന്ന് നാം പ്രാപിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. और उसको पाना है, वो हमें संसार में रहते हुए हमें उसको पाना है। ആമേൻ. അത് ഇന്ന് രാവിലെ നാം പ്രാപിച്ചെടുത്ത ഉറപ്പോടെ വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നാം കൊണ്ടുപോകുവാനായിട്ട് ഇടയാകേണ്ടത്. और हमने उसको पा लिया है, ये विश्वास और यकीन के साथ हमारे मसीही जीवन को हमें आगे बढ़ाना है। ആമേൻ. വിശ്വാസത്തിന്റെ പരിശോധന ജീവിതത്തിന്റെ മുമ്പിൽ വരുമ്പോൾ അതിനെതിരെ പോരാടുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം.
जब विश्वास को परखने के लिए हमारे जीवन के सामने जब परिस्थिति आएंगे, तो हमें उसमें जीतना है और जय को पाना है। പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പലപ്പോഴും ചോദിക്കും, നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ സ്വാമി ഹൃദയത്തോട് നാം ചോദിക്കണം, ഞാൻ ഇറങ്ങിത്തിരിച്ചത് ദൈവത്തിന്റെ മഹത്വത്തിനായി തന്നെ ആയിരിക്കുമെന്നുള്ള ഉറപ്പ് നാം ഇന്ന് പകൽ പ്രാപിക്കണം. हमारे जीवन में हमारा जो विश्वास है उसको परखने के लिए और जांचने की जब अवस्था आती है, उसको परीक्षाएं जब आती है, तो हमें अपने जीवन में, हमारे हृदय में हमें ये दृढ़ निश्चय रखना है कि हमारा विश्वास क्या है और हम किसके लिए हमने अपना जीवन को तैयार किया है और हम कहाँ पर हमारा दौड़ है। അതുകൊണ്ടാണ് യൂദായുടെ ലേഖനത്തിനകത്ത് വായിക്കുന്ന ഒരു കാര്യമുണ്ട്, വിശ്വാസത്തിനു വേണ്ടി നാം പോരാടണമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. और इसलिए यहूदा की पत्री में लिखा है कि हमें अपने विश्वास के लिए दौड़ना है और लड़ना है। വിശ്വാസത്തിന് വേണ്ടി ചിലപ്പോൾ പലപ്പോഴും പല ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കാം. विश्वास के लिए हमारे जीवन में कई बार कुछ सवाल आ सकता है, പക്ഷെ ഇന്ന് രാവിലെ അതിനുവേണ്ടി നാം പോരാടി അതിനുവേണ്ടി നാം ഓടുവാൻ തയ്യാറാണെങ്കിൽ ഒരു കിരീടം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. लेकिन अगर उसके लिए हमें दौड़ने के लिए और लड़ने के लिए हम तैयार है, तो हमारे लिए मुकुट रखा हुआ है स्वर्ग में। നമ്മുടെ ജീവിതത്തിലെ പ്രത്യേകമായി രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. हमारे जीवन में दो प्रकार के विश्वास के बारे में हम देख सकते हैं। വിശ്വാസം എന്ന് പറയുന്നത് നാം ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന് കർത്താവിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. और परमेश्वर के वचन में हम देखते हैं जो हम अविश्वास आशा की वस्तुओं का निश्चय और अनदेखी वस्तुओं का प्रमाण है करके। ആ വിശ്വാസം ഈ ഭൂമിയിലുള്ള വിശ്വാസമുണ്ട്, നിത്യതയെ കുറിച്ചുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ട്. इस संसार में एक विश्वास है और हमारा जो आनंददायक अनंत जीवन है उस पर, उसके लिए एक विश्वास है। ഒന്നാമത്തെ നമ്മുടെ ഈ ലോകത്തിലുള്ള വിശ്വാസം നമുക്ക് നമ്മുടെ രോഗങ്ങൾ മാറുമെന്നുള്ള വിശ്വാസം, എനിക്കത് ലഭിക്കുമെന്നുള്ള വിശ്വാസം, പലപ്പോഴും സ്തോത്രം ഈ ലോകത്തിൽ നാം ചിലത് ചിന്തിച്ച് അതിൽ വിശ്വസിക്കുന്ന ചില വിശ്വാസം ഈ ലോകത്തിന്റെ വിശ്വാസമാണ്. संसार का एक विश्वास है कि हमारे जीवन में हमें छुटकारा मिलेगा और हमारे जीवन में हमें जरूरत है जो वे चीजें हैं वो हमें प्राप्त हो जाएंगे, और संसार के कुछ बातों पर और कुछ प्रत्येक अवस्था पर हम विश्वास जरूर करते हैं, वो संसार का विश्वास है। ആ വിശ്വാസം കൊണ്ട് നമുക്ക് നിത്യതയിൽ എത്തിച്ചേരുവാൻ കഴിയത്തില്ല. लेकिन उस विश्वास के सहारे हम आनंद जीवन में प्रवेश नहीं कर सकते। ആ വിശ്വാസം ഈ ഭൂമിയിലുള്ള നന്മയ്ക്ക് വേണ്ടിയുള്ള വിശ്വാസം മാത്രമാണ്. और वो विश्वास इस संसार की जो अच्छाई आशीषों के लिए मात्र है। രോഗം സൗഖ്യമായതുകൊണ്ട് നാം ഒരിക്കലും നിത്യതയിൽ എത്തത്തില്ല. हमारे जो रोग है उससे हमें छुटकारा मिला है, इसके लिए हम स्वर्ग में कभी नहीं जाएंगे। നാം ഈ ലോകത്തിൽ ഒരു ജോലി, നല്ലൊരു ജോലി കിട്ടിയത് കൊണ്ട് നാം നിത്യതയിൽ എത്തിച്ചേരത്തില്ല. और हमें संसार में एक अच्छी नौकरी प्राप्त हुआ है, इसलिए हम कभी भी स्वर्ग में नहीं जाएंगे। അത് ഈ ലോകത്തിലുള്ളതായ നമ്മൾ വിശ്വസിക്കുന്നതായ ഈ ലോകത്തിലുള്ള ചില വിശ്വാസം മാത്രമാണ്. वो इस संसार में हम विश्वास करने वाले कुछ विश्वास है वो। പക്ഷെ ഈ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന വിശ്വാസം ആ വിശ്വാസമല്ല. നിത്യതയിൽ എനിക്കൊരു നന്മ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്, ആ നിത്യതയിൽ ഞാൻ എത്തിച്ചേരുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. അതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസം. लेकिन वचन में जो हमने विश्वास देखते हैं वो विश्वास साधारण विश्वास नहीं है, लेकिन हमें स्वर्ग में पहुंचाएंगे करके जो विश्वास है, हमें स्वर्ग की ओर ले जाने वाले एक विश्वास के बारे में हम देखते हैं। ആ വിശ്വാസം എനിക്ക് കാണാൻ, ആ സ്വർഗം എനിക്ക് കാണാൻ കഴിയില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അത് അവിടെ സ്വർഗം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. जो विश्वास हम करते हैं, हम कई बार उस विश्वास को हम देख नहीं सकता है, लेकिन हमारे लिए स्वर्ग रखा हुआ है, हमारी आशा है, ये हमारा विश्वास है। ഈ വിശ്വാസത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടം നാം ഓടിക്കൊണ്ടിരിക്കേണ്ടത്. और इस विश्वास के लिए हमारे जीवन में हमारा जो दौड़ है, हमें दौड़ना है। ഇതിനു വേണ്ടിയാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പോരാടി ജീവിക്കുവാനായിട്ടിടയായി തീരേണ്ടത്. और इस संसार में रहते हुए उस विश्वास के लिए हमें लड़ना है और उसके लिए हमें जीवन बिताना है। ഈ വിശ്വാസത്തെ തകർത്ത് കളയുന്ന അനേക പ്രതിസന്ധികളാണ് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. और इस विश्वास को नष्ट करने के लिए बहुत अधिक प्रतिकूल अवस्थाएं हमारे जीवन में हम कई बार सामना करते हैं। അതിനോട് ഇന്ന് രാവിലെ നാം പോരാടി ജീവിക്കണമെങ്കിൽ അതിനുള്ള ദൈവകൃപ കൂടി നാം പ്രാപിപ്പാനായിട്ടിടയായിത്തീരും. और उससे अगर हमें लड़कर जीना है, तो उसके लिए हमें परमेश्वर की जो अनुग्रह है उसे प्राप्त करना है।
ആമേൻ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അധികാരങ്ങളോട്, നമ്മുടെ ഈ ലോകത്തിലെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. लेकिन इसलिए वचन कहता है कि हमारा जो लड़ाई है वो मांस और लहू से नहीं है, लेकिन शैतान और उसके कार्यों से और अंधकार की बातों से है। നാം പലപ്പോഴും ചിന്തിക്കാറുള്ളത്, എന്റെ കൂടെ നടക്കുന്നവർ അല്ലെങ്കിൽ എന്റെ കൂടെ ഉള്ളവരൊക്കെയാണ് എനിക്ക് എതിരെ നിൽക്കുന്നതെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. हम कई बार ये सोचते हैं हमारे साथ चलने वाले, हमारे जीवन में हमारे विरुद्ध कार्य करने वाले जो है वो हमारे खिलाफ है, हमारा जो दुश्मन है। പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് അവരല്ല, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാരത്തിന്റെ ശക്തിയുണ്ട്. लेकिन परमेश्वर का वचन कहता है कि वह हमारे दुश्मन नहीं है, लेकिन उनके पीछे कार्य करने वाले अंधकार की जो सामर्थ है वो हमारा खिलाफ है। ആമേൻ. അതിനോട് നാം ഇന്ന് രാവിലെ പോരാടി ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. और उससे लड़ते हुए अगर हम जीवन बिताएंगे तो ही हमारा जीवन में हम एक अच्छे जीवन को बिता पाएंगे। ആമേൻ. സ്തോത്രം. ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം. പല പോരാട്ടങ്ങൾ, പല ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മുന്നോട്ട് പോകുവാൻ പോരാടി നാം നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധ്യമാകത്തുള്ളൂ. और हमारे जीवन में कुछ परिस्थितियों में अगर लड़ते हुए हम आगे नहीं बढ़ेंगे तो हमारे जीवन को हम अच्छे तरीके से आगे नहीं बढ़ा पाएंगे। അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്, ആമേ സ്തോത്രം, ആമേ നമ്മുടെ ദുർദിവസത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം നാം ധരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. इसलिए परमेश्वर का वचन कहता है हमारे जो दुख की दिन में, जो कष्ट के दिन में हम टिके रहे, इसलिए हमें परमेश्वर के जो आर्मर है, जो परमेश्वर जो रखा है उसको हमें पहनना है। ആമേൻ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, മറ്റുള്ളവരോട് നാം ശാരീരികമായി പോരാടുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ആത്മീയമായ പോരാട്ടത്തിനുള്ള ആയുധങ്ങൾ നാം ധരിക്കണം. और हमें परमेश्वर, इस संसार में हमें रहते हुए हमें लोगों से नहीं लड़ना है, लेकिन आत्मिक तौर से हमें उनसे और आत्मिक तल पर हमें परमेश्वर के साथ उनसे हम जो बातें हैं उनसे हमें लड़ाई करना है। ആമേൻ. അതുകൊണ്ട് ഇന്ന് രാവിലെ പോരാട്ടമുള്ളത് അന്ധകാരത്തിന്റെ ശക്തിയോടാണ്, ഈ ലോകത്തിന്റെ ചില അധിപതികളോടാണെന്ന് ഇന്ന് രാവിലെ നാം തിരിച്ചറിയണം. इसलिए जो हमारी लड़ाई है वो संसार से नहीं है, संसार से है और लहू और मांस से और कुछ अधिपतियों से है, अंधकार के जो अधिकारियों से है करके हमें जानना है। ആമേൻ. ആമേൻ. സ്തോത്രം. അങ്ങനെ നാം ജീവിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അതിനെ ജയിക്കുവാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ പകരുവാനായിട്ടിടയാകും. इसलिए हम जब विश्वास के साथ, प्रार्थना के साथ रहेंगे तो हमें उससे लड़ने के लिए और उसमें जीत प्राप्त करने के लिए हमें परमेश्वर से सामर्थ्य मिलेंगे। ആമേൻ. ഈ നമ്മൾ വായിച്ച വാക്യം, നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന തിരുവചനത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവിടെ വായിക്കാനായിട്ടിടയായി. और जो वचन हमने सबसे पहले पढ़ा है, मैंने अच्छी कुश्ती लड़ चुका हूँ, अपनी दौड़ पूरी कर चुका हूँ और विश्वास की रखवाली की है, जो वचन है उसमें दो बातों को हम देखते हैं। ആമേൻ. ഒന്ന്, ഒരു ഓട്ടക്കളത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. രണ്ട്, ഒരു യുദ്ധക്കളത്തിലാണെന്നുള്ള വിഷയവും നമ്മെ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. पहला ये है कि हम एक दौड़ के मैदान में है और दूसरा ये है कि हम एक युद्ध के मैदान में है। ആമേൻ. യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധത്തിൻ്റെതായ ഒരു നിയമമുണ്ട്. ആ യുദ്ധത്തിന്റെ നിയമം, സ്തോത്രം, അതനുസരിച്ച് വേണം നാം ആത്മീയമായ യുദ്ധം ചെയ്യുവാനായിട്ട്. और एक युद्ध जो है, उस युद्ध को करने का एक नियम है। जब हम आत्मिक युद्ध को करते हैं तो उसके नियम के अनुसार हमें आत्मिक युद्ध करना है। ആമേൻ. ഓടുന്നതിനും ഓട്ടത്തിന് ചില നിയമങ്ങളുണ്ട്. ആ ഓട്ടത്തിന്റെ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ നാം അയോഗ്യരായി തീർക്കപ്പെടുവാനായിട്ടിടയാണ്. और जो दौड़ है उसके भी कुछ नियम होता है, अगर उस दौड़ में हम नियम को पालन नहीं करते हैं तो हम दौड़ने के योग्य नहीं रहते। വളരെ വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം, ഏഷ്യാഡ് എന്ന് പറയുന്ന ഗെയിംസിനകത്ത് ഒരു വ്യക്തി അവരുടെ ട്രാക്ക് മാറി ഓടിയപ്പോൾ, പക്ഷെ അവർ മുൻപിൽ എത്തിയെങ്കിലും ട്രാക്ക് മാറിയത് കൊണ്ട് അവർ അയോഗ്യരായി തീരുവാനായിട്ടിടയായി.
बहुत सालों की पहले की बात है। एशिया जो स्पोर्ट्स इवेंट होता है, जो स्पोर्ट्स इवेंट, उसमें एक व्यक्ति जो है, उसने दौड़ कर अपने दौड़ को सबसे पहला तो समाप्त किया, लेकिन उसने अपना ट्रैक जो है और जिस पर चलना था उससे हटकर जब वो आगे गए तो उनको वो जो है जीत है वो नहीं मिला है। वो दौड़ने के लिए अयोग्य रहे, जीतने के अयोग्य बन ആമേൻ गए। ആമേൻ സ്തോത്രം. അങ്ങനെ ട്രാക്ക് തെറ്റി ഓടുകയല്ല, സ്ഥിരതയോടെ ഓട്ടം ഓടി തീർത്തെങ്കിൽ മാത്രമേ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. इसलिए ट्रैक में हटकर नहीं जाना है, लेकिन स्थिरता के साथ जब दौड़ेंगे तो हमें उसका प्रतिफल प्राप्त होगा। നമ്മുടെ ഇഷ്ടപ്രകാരം ഓടുവാൻ ദൈവത്തിന്റെ വചനത്തിനകത്ത് അനുവാദം നമുക്ക് തന്നിട്ടില്ല. हमारी इच्छा के अनुसार दौड़ने के लिए परमेश्वर के वचन में हमें अनुमति नहीं मिला है। ആമേൻ. ദൈവത്തിന്റെ വചനപ്രകാരം കർത്താവിന് വേണ്ടി ഓടുന്നെങ്കിൽ മാത്രമേ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. परमेश्वर के वचन के अनुसार हम प्रभु के लिए जब दौड़ेंगे तो हमें प्रतिफल मिलेगा करके वचन हमें कहता है। ആമേൻ സ്തോത്രം. നമ്മുടെ ഓട്ടം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണോ നാം ഓടുന്നതെങ്കിൽ അത് ഈ ലോകത്തോടു കൂടെ തീർന്നു പോകുവാൻ ഇടയായിത്തീരും. और हमारी जो दौड़ है हमें संसार की बातों के लिए, हमारी इच्छाओं को पूरी करने के लिए है, तो हमारा इस संसार के साथ उस दौड़ का जो फल है, प्रतिफल है, समाप्त हो जाएगा। ആമേൻ. ഇന്ന് രാവിലെ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടിയാണ് ഓടുന്നതെങ്കിൽ തീർച്ചയായും അതിനൊരു പ്രതിഫലം കർത്താവ് തരുമെന്നുള്ളത് നമ്മുടെ ഉറപ്പാണ്. और लेकिन हमारा जो जीवन है, यदि हम परमेश्वर के लिए दौड़ते हैं तो परमेश्वर उसका प्रतिफल देंगे, ये निश्चय है। ആമേൻ. ദൈവമേ, അനേക പ്രിയപ്പെട്ടവർ ഓടി തകർന്നുപോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളും ഇന്ന് പകൽക്കാലം ജീവിക്കുന്നത്. कई लोग इस संसार में नष्ट हो गए, समाप्त हो गए, एक ऐसी समय में हम जीवन बिताते हैं। ആമേൻ സ്തോത്രം. പലർക്കും ഓടി തീർക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് പകലില് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ ഇന്ന് പകൽ നാം ഓടുവാൻ തുടങ്ങിയാൽ നമ്മുടെ ഓട്ടത്തെ പൂർണ്ണമായി ഓടി തീർക്കുവാനായിട്ട് കഴിയും. कई लोग अपना दौड़ को पूरा नहीं कर पाया है, लेकिन अगर हम परमेश्वर यीशु मसीह पर आश्रय लगाकर पवित्र आत्मा के साथ अगर हम दौड़ लगाते हैं, दौड़ते हैं, तो हम अपने दौड़ को समाप्त कर पाएंगे। ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി വേണം നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടം ഓടുവാനായിട്ട്. और वचन कहता है कि विश्वास के कर्ता और हर बातों को पूरा करने वाला प्रभु यीशु मसीह की ओर देखते हुए हमें अपना जीवन को आगे बढ़ाना है। കാരണം യേശുവിനെ നോക്കിക്കൊണ്ട് നാം ജീവിക്കുമ്പോൾ പലപ്പോഴും ഓട്ടത്തിനിടയിൽ പല പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നമുക്ക് ധൈര്യം തരുവാൻ യേശു നമ്മുടെ മുൻപിലുള്ളത് കൊണ്ട് നമ്മുടെ ഓട്ടം ഓടുവാനായിട്ട് പലപ്പോഴും കഴിയത്തുള്ളൂ. और हम इस संसार में हमारे दौड़ हम यीशु मसीह को देखते करते हैं, तो प्रतिकूल अवस्थाओं के मध्य में हम यीशु मसीह को देखेंगे, हमें धैर्य दिलाता है और हम अपने आगे की ओर दौड़ पाते हैं। ഇന്ന് രാവിലെ ദൈവസന്നിധിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീരട്ടെ. आज परमेश्वर की उपस्थिति में बैठने वाले हर एक व्यक्ति अपने आप को परमेश्वर के हाथों में सौंप के दे। ഞാൻ എന്റെ ഓട്ടം ഓടുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. मैं अपना दौड़ जो है परमेश्वर यीशु मसीह के लिए दौड़ता हूँ। എന്റെ വിശ്വാസത്തിന് വിരോധമായി പല പ്രതികൂലങ്ങൾ വരുമ്പോൾ ഞാൻ അതിനെതിരെ പോരാടുവാൻ എന്റെ ജീവിതത്തെ ഞാൻ ഇതുവരെ സമർപ്പിച്ചിട്ടുണ്ടോ? मेरे जीवन में जब विश्वास के खिलाफ, विश्वास को परीक्षाएं जब आती है, खिलाफ प्रतिकूल अवस्थाएं आती है, प्रतिकूल परिस्थितियां आती है, तो मैं उसके खिलाफ लड़ना है। ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടിയേ ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. और हम इस संसार में जब रहते हैं तो हमें विश्वास के लिए लड़ते हुए ही हम जीवन बिता सकते हैं। നിന്റെ വിശ്വാസത്തെ കുറിച്ച് പലരും പലപ്പോഴും ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. मेरे विश्वास के लिए कई बार कई लोग सवाल उठाते हैं। പക്ഷെ ഇന്ന് രാവിലെ പറയണം, എന്റെ വിശ്വാസം എന്റെ കർത്താവ് എന്നെ ചേർക്കുവാൻ മടങ്ങി വരും, അതെന്റെ പ്രത്യാശയാണ്, അതെന്റെ ഉറപ്പാണ്, അതെന്റെ വിശ്വാസമാണെന്ന് ധൈര്യത്തോടെ ഇന്ന് പകൽ പറയുവാനായിട്ടിടയായിത്തീരും. लेकिन आपको हिम्मत के साथ कहना है कि मेरे लिए मेरा प्रभु यीशु मसीह दोबारा आएंगे, ये मेरा विश्वास है, मेरी आशा है करके आपको धैर्य के साथ बोलना है। അത് പ്രാപിച്ചെടുക്കുവാനാണ് ഞാൻ ഇന്ന് പകൽ ഓടുന്നതെന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരിക്കണം. और उसको पाने के लिए आज के दिन हमारा जो दौड़ है उसका निश्चय हमारे जीवन में होना है।
ഞാൻ ഈ ലോകത്തോടല്ല പോരാടുന്നത്. ആമേൻ, സ്തോത്രം. അതിന് തടയപ്പെടുന്ന അന്ധകാരത്തിന്റെ ശക്തിയോടാണ് ഞാൻ ഈ പകൽ പോരാടിക്കൊണ്ട് ജീവിക്കുന്നതെന്ന് നമ്മുടെ ജീവിതത്തിൽ ആമേൻ ആമേൻ ചിന്തിപ്പാനിടയായിത്തീരും. और ये जो मैं जो लड़ता हूँ इस संसार से, लोगों से नहीं लड़ता हूँ, लेकिन उसके पीछे कार्य करने वाला अंधकार की बातों से है, ये जानकर हमारे जीवन को हमें आगे बढ़ाना है। ഈ ലോകത്തിൽ എന്തെങ്കിലും നന്മ ലഭിക്കാൻ വേണ്ടിയല്ല എന്റെ പോരാട്ടം എന്ന് പറയുന്നത്. നിത്യതയിൽ എത്തിച്ചേരുവാൻ തടസ്സമായി നിൽക്കുന്നതിനോടാണ് ഞാൻ ഇന്ന് രാവിലെ പോരാടുന്നത് എന്നുള്ള ഉറപ്പ് നാം പ്രാപിപ്പാനിടയായിത്തീരും. इस संसार में किसी भी वस्तु से मेरी लड़ाई नहीं है, लेकिन मेरे जो आनंद जीवन तक पहुंचने से मुझे रोकने वाली जो बातें हैं उससे मेरी लड़ाई है करके हमें आज के दिन जानना है। ആമേൻ, സ്തോത്രം. ഓടുവാൻ പലപ്പോഴും പ്രയാസമുള്ള അനേകം മുമ്പിൽ പ്രതിസന്ധികൾ എന്റെ മുമ്പിലുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടി കർത്താവ് ഒരു കിരീടം ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ആ വലിയ പ്രത്യാശ എന്റെ ഹൃദയത്തിൽ വരുമ്പോൾ ഞാൻ പിന്നെയും ഓടുവാൻ തക്കവണ്ണം ദൈവം എന്റെ മേൽ ബലം പകർന്നുകൊണ്ടിരിക്കുന്നത്. दौड़ने के लिए, हमारे दौड़ में बाधा डालने के लिए बहुत सी वस्तुएं हमारे जीवन में है, लेकिन परमेश्वर हमारे लिए जो रखा हुआ है उसको स्मरण करते हुए आशा के साथ, आशा जब हमारे जीवन में है तो हमें दौड़ने के लिए वो और सामर्थ्य बनाता है। ഇന്ന് രാവിലെ എല്ലാ പ്രിയപ്പെട്ടവർ തന്റെ ഹൃദയത്തിലും വിശ്വസിച്ച് ഞാൻ ഇനി ഓടുന്നത് എന്റെ കർത്താവിന് വേണ്ടി മാത്രമായിരിക്കട്ടെ. आज के दिन सभी लोग अपने हृदय में एक बार और दृढ़ निश्चय करें, निर्णय ले, समझे, अपनाए कि मैं जो दौड़ता हूँ अपने परमेश्वर के लिए दौड़ता हूँ। എന്റെ നിത്യത നഷ്ടപ്പെടുന്നതിനോട് ഞാൻ പോരാടി, ആമേൻ, എന്റെ ജീവിതത്തെ പോരാടി ഞാൻ ജയിക്കുമെന്നുള്ളതായ ഒരു ഉറപ്പ് നാം ദൈവസന്നിധി പ്രാപിക്കാനിടയായി തീരട്ടെ. मेरे आनंद जीवन में बाधा डालने वाली हर एक बातों से लड़कर मैं जीतूंगा करके अपने जीवन में एक बार आप निर्णय ले। അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ധൈര്യത്തോടെ പറയാം, എനിക്കും ആ കിരീടം ലഭിക്കും, എനിക്കും ഒരു പ്രതിഫലം സ്വർഗത്തിലുണ്ട് എന്ന ഉറപ്പോടെ ഇന്ന് രാവിലെ നമുക്ക് ഇവിടെ നിന്ന് പിരിയുവാനായിട്ട് കഴിയുന്നു. ऐसा है तो आप विश्वास के साथ कह सकते हैं कि मेरे जीवन में भी वो मुकुट हमें प्राप्त होगा, वो मुकुट मुझे भी मिलेगा। इस आशा के साथ आज का दिन में हम यहाँ से विदा हो सकते हैं। ആമേൻ. ഈ ഉറപ്പ നമ്മെ പിന്നെയും പിന്നെയും ആത്മാവിൽ ഓടിക്കുവാൻ തക്കവണ്ണം നമ്മെ ധൈര്യം തന്നുകൊണ്ടിരിക്കുന്നു. ये जो विश्वास, दृढ़ निश्चय जो है, यकीन जो है, हमें आत्मा में लड़ने के लिए, आगे बढ़ने के लिए सामर्थ्य देती है। ഇന്ന് രാവിലെ എത്ര പേര് ദൈവസന്നിധി സമർപ്പിക്കും, കർത്താവേ, ഞാൻ എന്റെ ജീവിതത്തെ ആ ഒരു പുതിയ അനുഗ്രഹത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നത് എത്ര പേർക്ക് ദൈവസന്നിധി പറയുവാൻ കഴിയും? कितने लोग आज के दिन अपने जीवन को समर्पित कर सकते हैं कि प्रभु उस आशीष के लिए, उस जो प्रतिफल के लिए मैं अपने जीवन को बताऊंगा। എന്റെ ജീവിതത്തിന്റെ ദൈർഘ്യം വളരെ ചുരുക്കമുള്ളതാ, പക്ഷെ അത് ഞാൻ എന്റെ യേശുവിന് വേണ്ടി ഓടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് എത്ര പേര് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും? मेरा आयु जो है बहुत ही छोटा सा है करके हम जानते हैं, लेकिन वो आयु मैं अपने परमेश्वर के लिए दूंगा करके कितने लोग कह सकते हैं? ഏത് സമയത്തും ദൈവത്തിന് സ്തോത്രം, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് എപ്പോഴായാലും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടേ മതിയാകത്തുള്ളൂ. संसार से तो मुझे जाना तो है, ആമേൻ. എന്നാൽ അത് കർത്താവിന് വേണ്ടി ആയിക്കോട്ടെ എന്ന് ഇന്ന് രാവിലെ എത്ര പേര് ദൈവസന്നിധി ചിന്തിപ്പാനിടയായി? लेकिन कितने लोग ये सोचते हैं, चाहते हैं कि जो मैं जाऊंगा तो परमेश्वर के लिए अपना जीवन को मैं परमेश्वर के लिए मेरा जीवन दूंगा। അങ്ങനെ സമർപ്പിച്ചാൽ ആ ഒരു പ്രതിഫലം ദൈവം തരാതെ നമ്മളെ വിടുകയില്ല എന്ന് ദൈവസന്നിധിയിൽ ഉറപ്പോടെ നമുക്ക് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാം. ऐसा निश्चय हम लेते हैं तो हमारे जीवन में प्रतिफल दिए बिना परमेश्वर हमें नहीं छोड़ेंगे करके मैं आपको विश्वास दिलाना चाहता हूँ। ആമേൻ. ഈ പ്രത്യാശയോടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. പിന്നെ ഓർത്ത് പ്രിയ ദൈവമക്കൾ പ്രാർത്ഥിക്കും. इस प्रत्याशा, जो ये आशा है, उसके साथ प्रभु हमें जीने में सहायता करे। ये आशा के साथ मैं अपने वचनों को समाप्त करना चाहता हूँ। समय दिया परमेश्वर के दास और परमेश्वर के लोगों को मैं धन्यवाद देना चाहता हूँ। हालेलुया। परमेश्वर का बहुत बहुत धन्यवाद हो। परमेश्वर ने सुंदर वचन के द्वारा हमसे आज बोला और बातचीत किया। हमने परमेश्वर के वचन से देखा 2 तीमुथियुस 4:7 और 8, भजन संहिता 90 का 5 और 6, 1 कुरिन्थी 15:19 और यूहन्ना 5:25 और 26। हमने परमेश्वर के वचन से आज देखा है कि हमें परमेश्वर पर विश्वास रखकर, परमेश्वर पर आशा रखकर हमें आगे बढ़ना है। हमें परमेश्वर के लिए दौड़ना बहुत जरूरी है। परमेश्वर का धन्यवाद हो। परमेश्वर ने अपने दास के द्वारा, सुंदर वचन के द्वारा हमसे बोला।